ഇസ്രായേലാണ് ഈ യുദ്ധത്തിന് ട്രംപിന് പ്രേരണ നൽകുന്നത് എന്ന കടുത്ത വിമർശനം അമേരിക്കൻ വലതുപക്ഷത്തുണ്ട്. യുദ്ധത്തിന് ന്യായമായ ഒരു ആഖ്യാനം നൽകാൻ, ഏതെങ്കിലും വിധത്തിലുള്ള ഒരു നറേഷൻ സൃഷ്ടിക്കാൻ അമേരിക്കക്ക് ട്രംപിന് സാധിച്ചിട്ടില്ല. വിമർശകനായ കാൾസൺ പറയുന്നത്, കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ 7-8 പ്രാവശ്യമാണ് വൈറ്റ് ഹൗസിലേക്ക് ബെഞ്ചമിൻ നെതന്യാഹു സന്ദർശനം നടത്തുന്നത്. അമേരിക്കയുടെ പോളിസി, യുദ്ധം, നയനിലപാടുകൾ ഇതൊക്കെ സ്വീകരിക്കുന്നതിൽ ഇസ്രായേൽ അല്ലെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹു ഇടപെടുന്നതിനെക്കുറിച്ച് കാൾസൺ ശക്തമായി വിമർശിക്കുന്നുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ താൽപ്പര്യവും നിർബന്ധവുമാണ് ഈ യുദ്ധത്തിൻ്റെ ഒരു കാരണം. അമേരിക്കക്കോ അമേരിക്കൻ വലതുപക്ഷത്തിനോ ആവശ്യമില്ലാത്ത ഈ യുദ്ധത്തിൽ അമേരിക്കക്ക് നഷ്ടമാണ് ഉണ്ടാകുന്നതെങ്കിൽ ട്രംപിന് ഈ യുദ്ധം വ്യക്തിപരമായ ചില നേട്ടങ്ങൾ നൽകുന്നു. ട്രംപിന് വ്യക്തിപരമായ ചില താൽപ്പര്യങ്ങൾ ഈ യുദ്ധത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. റിപ്പബ്ലിക്കൻ പാർട്ടിയെ ആകെ വിലക്കെടുക്കാനും ക്യാമ്പയിൻ സംഘടിപ്പിക്കാനും ഏറ്റവും വലിയ സഹായം ട്രംപിന് ലഭിക്കുന്നത് 1 സൗദി അറേബ്യയിൽ നിന്നാണ്, 2 ഇസ്രായേലിൽ നിന്നാണ്. 2 രാജ്യങ്ങളിൽ നിന്നാണ് ട്രംപിന് ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് ഫണ്ട് ലഭിക്കുന്നത്. ട്രംപിൻ്റെ മരുമകനായ ജെറാഡ് കുഷ്നർ ജൂയിഷ് വംശജനാണ്. ജെറാഡ് കുഷ്നറുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മിഡിൽ ഈസ്റ്റിലാണ്. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിന് UAEയും അതോടൊപ്പം സൗദി അറേബ്യയും വലിയ ഫണ്ടിങ് നൽകിയിട്ടുണ്ട്. ജെറാഡ് കുഷ്നറുടെ ഇക്വിറ്റി ഫണ്ടിലേക്ക് $2 ബില്യൺ സൗദി അറേബ്യ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ട്രംപിനെ ഉപയോഗിച്ച് തങ്ങളുടെ താൽപ്പര്യങ്ങൾ നേടാൻ സൗദി നൽകുന്ന ബ്രൈബാണ്, അല്ലെങ്കിൽ അഴിമതിയാണ്, കൈക്കൂലിയാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇത്തരം കടലാസ് ഫേമിന് സൗദി അറേബ്യ $2 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ലക്ഷ്യം വളരെ വ്യക്തമാണ്. ട്രംപിനെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ വേണ്ടിയാണ് KSA ഇത്രയും വലിയ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രംപിൻ്റെ സൺ ഇൻ ലോവിന് നൽകുന്നത്. ഇത് ട്രംപിനെ സ്വാധീനിക്കാനുള്ള പണമാണ്. ഇറാൻ്റെ ഭീഷണി ഇല്ലാതാക്കാൻ അമേരിക്ക ഇടപെടണമെന്ന ഉദ്ദേശത്തോടു കൂടെ തന്നെയാണ് ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ ബ്രൈബ് മണി ട്രംപിന് നൽകുന്നത്. അമേരിക്കയും സൗദി അറേബ്യയും തമ്മിലുള്ള ഡീലുകൾ, വലിയ തുകക്കുള്ള ഡീലുകൾ ഉറപ്പിച്ചിട്ടുണ്ട്, ആയുധ കരാറുകൾ. ഇതൊക്കെ ട്രംപിന് കൊടുക്കുന്ന കൈക്കൂലിയാണ്. വർഷങ്ങളായി ട്രംപിൻ്റെ ഇലക്ഷൻ ക്യാമ്പയിനുള്ള മുഴുവൻ ഫണ്ടും നൽകുന്നത് ഇസ്രായേൽ ബില്യണറായ മിറിയം അഡൽസനാണ്. ട്രംപല്ലാത്ത ഒരാൾ അമേരിക്കയിൽ തൻ്റെ ജീവിതകാലത്ത് പ്രസിഡൻ്റായി വരുന്നത് ട്രംപിന് ആലോചിക്കാൻ കഴിയില്ല. ട്രംപിൻ്റെ 3ാം ടേമിന് വേണ്ടി ഇസ്രായേൽ ലോബികൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ട്രംപിന് 3ാം ഊഴം കിട്ടുകയാണെങ്കിൽ, 3rd ടേം കിട്ടുകയാണെങ്കിൽ $250 മില്യൺ അതിനുവേണ്ടി ചിലവഴിക്കുമെന്നാണ്. $250 മില്യൺ ഇൻവെസ്റ്റ് ചെയ്യാമെന്നാണ് മിറിയം അഡൽസൺ പറഞ്ഞിരിക്കുന്നത്. കൃത്യമായും ഇസ്രായേലിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അമേരിക്കക്ക് ട്രംപിന് കൊടുക്കുന്ന കൈക്കൂലിയാണിത്. ട്രംപിന് പേഴ്സണലായി വലിയ ബെനഫിറ്റ് ഇത്തരം കാര്യങ്ങൾക്കുണ്ട്. രാജ്യം ഒരു യുദ്ധം അഭിമുഖീകരിക്കുമ്പോൾ, എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ ജനങ്ങൾ കൂടെ നിൽക്കുകയും ഒരു 3ാം ടേം, 3rd ടേം ട്രംപിന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ട്രംപിൻ്റെയും ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെയും വ്യക്തിപരമായ താൽപ്പര്യങ്ങളും ഇസ്രായേലിൻ്റെ സയണിസ്റ്റ് താൽപ്പര്യവും അമേരിക്കൻ സാമ്രാജ്യത്വ താൽപ്പര്യവുമാണ് ഇപ്പോൾ അനാവശ്യമായ ഈ യുദ്ധത്തിൻ്റെ പിന്നിൽ. ഇസ്രായേലിൻ്റെ താൽപ്പര്യമാണ് അമേരിക്ക സംരക്ഷിക്കുന്നത് എന്ന ബോധ്യം അമേരിക്കൻ വലതുപക്ഷത്ത് ശക്തമാണ്. അത് ശുഭ സൂചകവുമാണ്.